തൃശ്ശൂരിലെ ചിത്രം. തൃശ്ശൂർ കോർപ്പറേഷനിൽ UDFിന്റെ മടങ്ങിവരവാണ്. കഴിഞ്ഞ തവണ ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടത്തിൽ ഭരണം നഷ്ടപ്പെട്ട ഇടത്ത് ഇത്തവണ UDF തിരിച്ചു വരുന്നു. രണ്ടാം സ്ഥാനത്ത് LDF ആണ് എന്നുള്ളത് ശ്രദ്ധിക്കണം. അവിടെ BJP അധികാരത്തിലേക്ക് എത്താം എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ അവിടെ UDFും LDFും തമ്മിലാണ് മത്സരം നടക്കുന്നത്. തൃശ്ശൂർ കോർപ്പറേഷൻ അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ വർക്കല മുനിസിപ്പാലിറ്റി പ്രധാനമാണ്. അവിടെ പക്ഷേ ഇപ്പോൾ LDF ആണ് ലീഡ് ചെയ്യുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ 4 മുനിസിപ്പാലിറ്റികളിലും LDFിന്റെ ലീഡാണ് ഇപ്പോൾ കാണുന്നത്. വർക്കലയിലും ആറ്റിങ്ങലിലും നെയ്യാറ്റിൻകരയിലും ലീഡ് ചെയ്യുന്നത്, നെടുമങ്ങാടും ലീഡ് ചെയ്യുന്നത് LDF ആണ്. അതേസമയം വയനാട് കൽപ്പറ്റയിലും മാനന്തവാടിയിലും ലീഡ് ചെയ്യുന്നത് ഇപ്പോൾ LDF ആണ് എന്നുള്ള വിവരവും വരികയാണ്. വയനാട്ടിൽ പഴയ മേധാവിത്വത്തിലേക്ക് തിരിച്ചു വരാൻ UDFിന് കഴിയുന്നില്ല എന്ന് വേണം മുനിസിപ്പാലിറ്റികളിലെ ആദ്യ സൂചനകൾ. രാമനാട്ടുകര, കോഴിക്കോട് അവിടെ UDFിന്റെ ലീഡുണ്ട്. ഇപ്പോൾ ആകെ മുനിസിപ്പാലിറ്റികൾ 87 എടുത്താൽ 36 LDFിന് ലീഡ്, UDFിനും 36 ലീഡ് അല്ലേ? അതെ, പാലക്കാട് നോക്കൂ. പാലക്കാട് പ്രതീക്ഷിച്ചതുപോലെ അവിടെ NDA മുന്നേറ്റം തന്നെ. BJPക്ക് അവരുടെ സിറ്റിംഗ് നഗരസഭ നഷ്ടമാകില്ല എന്നത് പറയാനാവുമോ വ്യക്തമല്ല. എങ്കിലും ഇപ്പോൾ ലീഡ് BJPക്ക് തന്നെ എന്നതാണ്. രണ്ടാം സ്ഥാനത്ത് അവിടെ UDF ആണ് ലീഡ് ചെയ്യുന്നതെന്നാണ് ചിത്രം. ജില്ലാ പഞ്ചായത്തുകളുടെ കണക്ക് വേഗത്തിൽ നോക്കാം. തൃശ്ശൂരിൽ LDF, പാലക്കാട് LDF, മലപ്പുറത്ത് UDF ആണ്. പാലക്കാട് LDF ആണ്. പാലക്കാട് LDFിന്റെ ലീഡാണ് കാണുന്നത്. അതേസമയം കോഴിക്കോടും LDFിന്റെ ലീഡാണ്. വയനാട് ലീഡ് UDFിനാണ് അല്ലെ? കോഴിക്കോട് LDF, വയനാട് UDF, കണ്ണൂരിൽ LDF, കാസർഗോഡ് UDF എന്നുള്ളതാണ്. 7 എന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്തിന്റെ കണക്ക്. തിരുവനന്തപുരവും കൊല്ലവും LDF, പത്തനംതിട്ടയിൽ തിരിച്ചുവരവ് UDF, കോട്ടയത്ത് UDFിന്റെ ലീഡാണ് ജില്ലാ പഞ്ചായത്തിലുള്ളത് എന്നുള്ളത് ശ്രദ്ധാകേന്ദ്രമാണ്. വയനാട്ടിലും UDF തങ്ങളുടെ ശക്തി കേന്ദ്രം. മലപ്പുറത്ത് UDFിന്റെ ശക്തി കേന്ദ്രത്തിൽ വൻ മുന്നേറ്റമാണ് UDF മലപ്പുറത്ത് നടക്കുന്നത്. എറണാകുളത്ത് UDF തന്നെയാണ്. ഇടുക്കിയിൽ UDFിന്റെ തിരിച്ചുവരവ് ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. സജിത്ത്, രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ജില്ലാ പഞ്ചായത്തുകളിൽ അവിടെ UDFിന്റെ തിരിച്ചുവരവ് കാണുന്നത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഒരു രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചന നൽകുന്നതാണ്. ജില്ലാ പഞ്ചായത്തുകളിൽ UDFിന്റെ തുടക്കത്തിലുള്ള ഈ മുന്നേറ്റം. വയനാട്ടിൽ UDF ആണ്, കാസർഗോഡ് UDF ആണ്, ഇടുക്കിയിലും എറണാകുളത്തും കോട്ടയത്തും UDF ലീഡ് ചെയ്യുന്നു. പത്തനംതിട്ട തിരിച്ചു പിടിക്കുന്നു UDF എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതേസമയം തിരുവനന്തപുരത്തും കൊല്ലത്തും LDFിന്റെ മുന്നേറ്റം. കോട്ടയത്ത് ശ്രീജിത്ത് നൽകുന്ന വിവരമനുസരിച്ച് പാലയിൽ കടുത്ത പോരാണ്. അവിടെ LDF 4, UDF 2 എന്നാണ് ചിത്രം. കഴിഞ്ഞ തവണ 6 LDF പിടിച്ചെടുത്താണ് ഇപ്പോൾ 2 UDF വന്നത്. അങ്ങനെയെങ്കിൽ അത് അട്ടിമറിയുടെ സൂചനയൊന്ന് പ്രകടമായ കാര്യം കൂടിയുണ്ട്. പാല അങ്ങനെയെങ്കിൽ ഫോട്ടോ ഫിനിഷ് സംഭവിക്കുമോ എന്നത് കൂടി പ്രധാനപ്പെട്ടതാണ്. പാലാ നഗരസഭ അങ്ങനെയുള്ള ഒരു ട്രെൻഡ് പൊതുവിൽ പ്രകടമാക്കിയാണ്. ആദ്യ 6 ഇടങ്ങളിലെ ഫലം പുറത്തു വരുമ്പോൾ 4 ഇടതുമുന്നണി, 2 UDF. പക്ഷേ അവിടെ കഴിഞ്ഞ തവണ 6 ഇടതുമുന്നണിയായിരുന്നു. അങ്ങനെയായിരുന്നു ഭരണം പിടിച്ചത്. ഇത്തവണ മാറ്റത്തിന്റെ സൂചനയാണോ? കണ്ടറിയണം. ഇതാണ് ഇപ്പോൾ അവിടുന്നുള്ള ചിത്രം. കാസർഗോഡ് കാഞ്ഞങ്ങാട് നഗരസഭ ഒപ്പത്തിനൊപ്പമാണ്. കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് നഗരസഭ ഒപ്പത്തിനൊപ്പമാണ്. നിലവിൽ LDF ഭരിക്കുന്ന നഗരസഭയിൽ UDFും LDFും ഒപ്പത്തിനൊപ്പം. ഇപ്പോൾ പക്ഷേ നീലേശ്വരം മുനിസിപ്പാലിറ്റിയിൽ LDF ആണ് മുന്നിൽ. കാസർഗോഡ് UDF ജില്ലാ പഞ്ചായത്തിൽ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ള പ്രത്യേകതയുമുണ്ട്. സജിത്ത്, ആദ്യ സൂചനയിൽ UDF കഴിഞ്ഞ തവണത്തേക്കാൾ വളരെയധികം മെച്ചപ്പെടുന്നു എന്നുള്ളതാണല്ലോ അല്ലേ? കാസർഗോഡ് സാഹചര്യം അതാണ്. കാസർഗോഡ് കാഞ്ഞങ്ങാട് നഗരസഭ ഒപ്പത്തിനൊപ്പമാണ്. അവിടെ നിലവിൽ ഇടതുമുന്നണിയുടെ ഭരണമാണ് കാഞ്ഞങ്ങാട് നഗരസഭയിൽ. അവിടെ ഇപ്പോൾ ഒപ്പത്തിനൊപ്പം എന്നതാണ് സാഹചര്യം. അങ്ങനെയെങ്കിൽ കാസർഗോഡ് ഇടതുപക്ഷത്തിന് പൊതുവിൽ വലിയ മേധാവിത്വമുള്ള കാസർഗോഡ് ജില്ലയിൽ നഗരസഭകളിലേക്കുള്ള ഒരു UDF മേൽക്കൈയായി അത് മാറുമോ എന്നത് കൂടി പ്രകടമാണ്. എന്തായാലും അറിയാം, ജില്ലാ പഞ്ചായത്തിൽ ഇഞ്ചോടിഞ്ചാണ് കാസർഗോഡ് പലപ്പോഴും. അത് ഇത്തവണ ചിത്രം മാറുമോ എന്നത് ജില്ലാ പഞ്ചായത്തുകളുടെ കണക്കിൽ പ്രകടമാണ്. കൊല്ലത്ത് നഗരസഭകളിൽ 4 LDFിന്റെ മുന്നേറ്റമാണ്. കൊല്ലത്ത് പരവൂരിൽ LDFിന്റെ മുന്നേറ്റം, കൊട്ടാരക്കരയിൽ LDFിന്റെ മുന്നേറ്റം, പുനലൂരിലും മുന്നേറ്റം, കരുനാഗപ്പള്ളിയിലും 4 LDFിന്റെ മുന്നേറ്റമാണ്. പരവൂരിൽ ആദ്യ 4 സീറ്റുകളും 4 ഡിവിഷനുകളും LDF ജയിച്ചു എന്നുള്ളതാണ്. അങ്ങനെ പരവൂരിലും കൊട്ടാരക്കരയിലും പുനലൂരിലും കരുനാഗപ്പള്ളിയിലും മുന്നേറ്റം LDFിനാണ്. തിരുവനന്തപുരത്തും നഗരസഭകളിൽ 4 LDFിന്റെ മുന്നേറ്റമാണ്. നെടുമങ്ങാടും ആറ്റിങ്ങലിലും വർക്കലയിലും നെയ്യാറ്റിൻകരയിലും LDF ആണ് മുന്നിട്ട് നിൽക്കുന്നത്. അങ്ങനെ തിരുവനന്തപുരത്തും കൊല്ലത്തുമായി 8 മുനിസിപ്പാലിറ്റികളിൽ 8ലും ലീഡ് ചെയ്യുന്നത് LDF ആണ്. പക്ഷേ മധ്യ കേരളത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ്. അങ്ങനെയാണ് 36 എന്ന മുനിസിപ്പാലിറ്റികളുടെ കണക്ക്. അതിൽ മലപ്പുറത്തെ 12ൽ 11 നഗരസഭകളിലും ലീഡ് ചെയ്യുന്നത് UDF ആണ്. അതാണ് ചിത്രം പുറത്തു വരുന്നത്. ഒപ്പം പാലക്കാട് നഗരസഭയുടെ ചില വിവരങ്ങൾ കൂടിയുണ്ട്. അവിടെ BJP 3 LDF 2 UDF 1 ADS 1 എന്ന കണക്കാണ് വരുന്നത്. അവിടെ BJP പാലക്കാട് നിലനിർത്തും എന്ന സൂചനകൾ ആദ്യഘട്ടത്തിൽ തന്നെ പ്രകടമാണ് എന്നതാണ് സാഹചര്യം. ഒപ്പം തിരുവനന്തപുരത്തിൻ്റെ ലീഡ് നിലയിലേക്ക് കൂടി, കോർപ്പറേഷൻ്റെ ലീഡ് നിലയിലേക്ക് കൂടി നമുക്ക് പോകാം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA തിരികെ ലീഡ് പിടിച്ചു എന്ന സൂചന കൂടി പുറത്തു വരുന്നുണ്ട്. നമുക്ക് വ്യക്തമായ ചിത്രത്തിലേക്ക് പോകാം. കോർപ്പറേഷനുകളുടെ സാഹചര്യം ഇങ്ങനെയാണ്.
കോർപ്പറേഷനുകളിൽ 3 സംസ്ഥാനത്ത് 3 ഇടതുമുന്നണി, 3 UDF. തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDAയുടെ മുന്നേറ്റമാണ്. നഗരഹൃദയത്തിലേക്ക് വോട്ടെണ്ണൽ മാറുമ്പോൾ ശ്രീവരാഹം, മണക്കാട്, ചാല, ഫോർട്ട്, പെരുന്താൻ ഈ വാർഡുകളിൽ, ഈ ഡിവിഷനുകളിൽ ലീഡ് ചെയ്യുന്നത് NDA ആണ് എന്നുള്ള വിവരം ഇപ്പോൾ കിട്ടുകയാണ്. അതേസമയം വഞ്ചിയൂരിൽ LDF ലീഡ് ചെയ്യുന്നു, ചാക്കയിൽ LDF ലീഡ് ചെയ്യുന്നു, വലിയതുറയിൽ UDF ആണ്, വള്ളക്കടവിൽ LDF ആണ്. ഇതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. NDAയുടെ മുന്നേറ്റമാണ് ഇപ്പോൾ കാണുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേരിയ ലീഡ്. NDAയും LDFും തമ്മിലുള്ള മത്സരം. തൃശ്ശൂരിലാകട്ടെ UDFും LDFും തമ്മിലുള്ള മത്സരമാണ്. കൊല്ലത്ത് ഏകപക്ഷീയമായ മുന്നേറ്റമാണ് LDFിൻ്റേത്. കോഴിക്കോടും ഏകപക്ഷീയമായി കോർപ്പറേഷൻ മുന്നേറുകയാണ് LDF. അതേസമയം കൊച്ചി കോർപ്പറേഷനിൽ UDF ആണ് ലീഡ് ചെയ്യുന്നത്. തൃശ്ശൂരും ലീഡ് ചെയ്യുന്നത് UDF ആണ്. അവിടെ UDFും BJPയും തമ്മിലുള്ള മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. തൃശ്ശൂർ കോർപ്പറേഷനിൽ 8-6 എന്നുള്ളതാണ്. പക്ഷേ LDF 13 അല്ലേ, LDF 13 ഉണ്ട്. കോഴിക്കോട് 19 LDF, UDF 7, NDA 1 എന്നുള്ളതാണ്. കണ്ണൂരിൽ 12 എടുത്ത് LDFും 13 എടുത്ത് UDFുമാണ്. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വിവരമനുസരിച്ച് തിരുവനന്തപുരത്ത് ലീഡ് ചെയ്യുന്നത് 11 എടുത്ത് LDFും 9 എടുത്ത് NDAയും 5 എടുത്ത്